الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد السلام عليكم ورحمة الله وبركاته. പഠിതാക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ പാരായണ നിയമത്തിലെ അൽ മദ് വൽ ഖസ്ർ എന്ന നിയമമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മദ് ചെയ്ത് നീട്ടേണ്ട ഭാഗങ്ങളും ഖുർആനിലുണ്ട്. ഖസ്ർ ചെയ്ത് ചുരുക്കി ഉച്ചരിക്കേണ്ട ഭാഗവുമുണ്ട്. ഇവിടെ ഖസ്ർ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അൽ മദ്ദു തബീഇ ആണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് 2 ഹറക്കത്ത് മാത്രം നീട്ടേണ്ട മദ്ദിനാണ് അൽ മദ്ദു തബീഇ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഖസ്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ മദ്ദും ഖസ്റും എന്താണ് എന്നുള്ളത് ഒരു ചെറിയ സൂറത്ത് പാരായണം ചെയ്യുന്നതിലൂടെ നമുക്ക് എടുക്കുന്ന രൂപമാണ് നാം ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ കാഫിറൂൻ എല്ലാവർക്കും അറിയുന്ന സൂറത്താണ്. ആ സൂറത്ത് എല്ലാവരും ഓതാറുണ്ട്. മദ്ദും ഖസ്റും എല്ലാം ശ്രദ്ധിച്ച് തന്നെയാണ് ഓതുന്നത്. എങ്കിലും ഒന്നുകൂടി അതിൻ്റെ രൂപം ആ സൂറത്തിൽ നമുക്കൊന്ന് പാരായണം ചെയ്ത് നോക്കാം. എല്ലാവരും ആ സൂറത്തൊന്ന് ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد ലക്കും ദീനുക്കും വലിയ ദീൻ. ഇവിടെ ഈ സൂറത്തിൽ നാം നോക്കുകയാണെങ്കിൽ ഖുൽ യാ അയ്യുഹ അവിടെ നാം നീട്ടിയിട്ടാണ് പാരായണം ചെയ്യേണ്ടത്. ഇതിനാണ് മദ് എന്ന് പറയുന്നത്. അൽ കാഫിറൂൻ ഇവിടെ അൽ കാഫിറൂൻ എന്ന ഭാഗത്ത് നീട്ടാതെ ചുരുക്കിയിട്ടാണ് നാം ഉച്ചരിക്കേണ്ടത്. മദ് തബീഇയായി ഖസ്ർ ചെയ്താണ് നാം ഉച്ചരിക്കേണ്ടത്. അവിടെ കാഫിനെ ആവശ്യത്തിനപ്പുറത്തേക്ക് നാം നീട്ടാൻ പാടില്ല. ചില ആളുകൾ ചിലപ്പോൾ ആ ഖുർആൻ നല്ല രൂപത്തിൽ നല്ല ഈണത്തിൽ പാരായണം ചെയ്യുന്നതിന് വേണ്ടി ചിലപ്പോൾ നീട്ടി അവിടേക്ക് ഓതാറുണ്ട്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് ഓതുന്ന ആളുകളെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അവിടെ അങ്ങനെ നീട്ടാൻ പാടില്ല. കാരണം അവിടെ ഖസ്ർ ചെയ്യേണ്ട സ്ഥലമാണ്. കാഫിറൂൻ എന്ന ഭാഗത്ത് അവസാനത്തിൽ നാം വഖഫ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നീട്ടി നിർത്താവുന്നതാണ്. നീട്ടാതെയും ചുരുക്കിയും നമുക്ക് നിർത്താം, നീട്ടിയിട്ടും നിർത്താം. മദ് ചെയ്യുകയും ചെയ്യാം, ഖസ്ർ ചെയ്യുകയും ചെയ്യാം. ഇൻഷാ അല്ലാഹ് അതിൻ്റെ സമയത്ത് ആ വഖഫിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നാം അതിനെ കൂടുതൽ വിശദമായി പഠിക്കും ഇൻഷാ അല്ലാഹ്. ലാ അഅ്ബുദ് അവിടെ നീട്ടിയിട്ട് വേണം പാരായണം ചെയ്യേണ്ടത്. അവിടെ മദ്ദുണ്ട്. മാ തഅ്ബുദൂൻ മാ തഅ്ബുദൂൻ അവിടെ മദ് തബീഇയാണ്, ഖസ്ർ ചെയ്താണ് നാം അവിടെ ഉച്ചരിക്കേണ്ടത്. വലാ അൻതും അവിടെയും
മദ് ചെയ്താണ് ഉച്ചരിക്കേണ്ടത്. ചില ആളുകൾ അവിടെ മദ് ചെയ്യാതെ പോകും. വല അൻതും ആബിദൂന, എല്ലാം ഒരേ രൂപത്തിൽ ഓതുന്ന ആളുകളെയും നമുക്ക് കേൾക്കാൻ സാധിക്കും. മദ് ചെയ്യേണ്ട ഭാഗത്ത് മദ് ചെയ്ത് തന്നെയാണ് നാം ഉച്ചരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിറാഅത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അതാണല്ലോ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കാന യമുദ്ദു മദ്ദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീട്ടിയായിരുന്നു ഓതിയിരുന്നത് എന്ന് പറഞ്ഞത് ഈ മദ് എൻ്റെ സ്ഥാനത്ത് നീട്ടി ഓതുന്നതിനെ ഉദ്ദേശിച്ചിട്ടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. ആബിദൂന എന്ന കലിമയിൽ 2 മദ്ദുകൾ അവിടെ ത്വബീഇയായിട്ട് വന്നിട്ടുണ്ട്. ഖസ്ർ ചെയ്താണ് നാം അവിടെ ഉച്ചരിക്കേണ്ടത്. ആബിദൂന, ഒന്ന് അലിഫാണ്, രണ്ടാമത്തേത് വാവാണ്. മാ അഅ്ബുദു എന്ന ഭാഗത്ത് മദ് ചെയ്ത് നാം ഉച്ചരിക്കുകയും ചെയ്യണം. വലാ അന ആബിദും മാ അബദ്തും, അവിടെ വലാ അന എന്നുള്ളത് മദ് ചെയ്തും ആബിദുൻ എന്നുള്ളത് ഖസ്ർ, മാ അബദ്തും എന്നുള്ളതും ഖസ്ർ ചെയ്താണ് നാം ഉച്ചരിക്കേണ്ടത്. കാരണം അവിടെ രണ്ടിടത്തും മദ്ദിന് കാരണമാകുന്ന കാര്യങ്ങൾ അവിടെ വന്നിട്ടില്ല. അടുത്ത ആയത്തിൽ നാം നേരത്തെ വിശദീകരിച്ച ആയത്ത് തന്നെയാണ്. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ദീനുക്കും എന്ന ഭാഗത്ത് ഖസ്ർ ചെയ്ത് മദ്ദു തബീഇയായി ഉച്ചരിച്ചിട്ടാണ് പോകേണ്ടത്. അവിടെ നീട്ടി ഉച്ചരിക്കേണ്ട കാര്യമില്ല. ലക്കും ദീനുക്കും എന്ന് ഓതുന്നത് ശരിയായ ഓതലല്ല, മറിച്ച് അത് അവിടെ ഒരു ലഹ്ന്, അവിടെ തെറ്റ് വരുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ മദ്ദും ഖസ്റും ശരിയായ രൂപത്തിൽ പാലിച്ചാൽ തന്നെ നമുക്ക് ഖുർആൻ നല്ല രൂപത്തിൽ ഓതുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മദ് വരുന്ന ഭാഗത്ത് മാത്രം നീട്ടുകയും ഖസ്ർ ചെയ്യേണ്ട